എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ഗ്രാമർ പഠന ക്ലാസ്സിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഇന്നലെ നമ്മൾ 2 പ്രവർത്തികൾ ചെയ്തു. ഉദാഹരണം, ഞാൻ ഇന്നലെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു. ഇന്നലെ ഉണ്ടായ 2 പ്രവൃത്തിയാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് പോയിരുന്നു. ഇപ്പോൾ പാസ്റ്റിലുണ്ടായ 2 പ്രവൃത്തിയാണ്. ഒന്നെന്താ, ഞാൻ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്തി, അതൊരു പ്രവൃത്തിയാണ്. ഇനിയോ, അതിന് മുമ്പ് തന്നെ ബസ് പോയി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അതിന് മുമ്പ് തന്നെ ട്രെയിന് പോയി കഴിഞ്ഞിരുന്നു. ഇവിടെ ഇന്നലെ ഉണ്ടായ 2 പ്രവൃത്തിയാണ്. ഡിഫറൻറ്റ് ടൈമിലാണ്, വ്യത്യസ്ത സമയത്താണ് 2 പ്രവൃത്തി ഉണ്ടായത്. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? എത്രയോ PSC പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത് ചെയ്ത പ്രവൃത്തി അത് നമ്മൾ വെർബ് 2-ലാണ് പറയേണ്ടത്. V2 രണ്ടാമത്തെ വെർബിൽ പറയണം. ആദ്യം ഉണ്ടായ പ്രവൃത്തി എന്ത് ചെയ്യണം? ഹാഡ് V3-ൽ പറയണം. ഉദാഹരണം, ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിൻ്റെ മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതാണ് ആദ്യം ഉണ്ടായത്. എന്താണത്? ട്രെയിന് പോയിരുന്നു. ട്രെയിൻ ഹാഡ് ഗോൺ. ഹാഡിന് ശേഷം വെർബ് 3 ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ഗോ എന്നുള്ളത് ഗോൺ ആവും. ദ ട്രെയിൻ ഹാഡ് ഗോൺ. ട്രെയിന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഓഫീസിലെത്തി. മാനേജർ പോയിട്ടുണ്ടായിരുന്നു. ഐ റീച്ച്ഡ് ദ ഓഫീസ്. ഞാൻ ഓഫീസിലെത്തി. ദ മാനേജർ ഹാഡ് ആൾറെഡി ഗോൺ. മാനേജർ അതിൻ്റെ മുമ്പേ പോയിരുന്നു. ആലോചിച്ചോക്കോ, ഫയർഫോഴ്സ് വരും. അപ്പോഴത്തിന് വീട് കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും ഫയർഫോഴ്സ് എത്തുമ്പോഴത്തിന് വീട് കത്തിക്കരിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ദ ഫയർ എൻജിൻ കെയിം. കം എന്നുള്ളത് വെർബ് ടു കെയിം. അപ്പോഴോ ദ ഹട്ട്സ് ഹാഡ് ഓൾറെഡി ബേൺഡ്. ഹട്ട്സൊക്കെ ഓൾറെഡി ബേൺഡായിരുന്നു, കത്തിക്കരിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും ആള് മുങ്ങി മരിച്ചിരുന്നു അല്ലേ. വെൻ ദ ഫയർ എൻജിൻ കെയിം ദ പേഴ്സൺ ഹാഡ് ഡ്രോൺ ആയിരുന്നു, അയാൾ മുങ്ങി മരിച്ചിരുന്നു. ഇങ്ങനെ ഹാഡ് വെർബ് 3. അപ്പോൾ കഴിഞ്ഞ കാലത്ത് 2 ആക്ഷൻസ് ഉണ്ടായി. 2 സമയത്താണെങ്കിൽ ഒന്നാമത്തത് വെർബ് 2, രണ്ടാമത്തത് ഹാഡ് വെർബ് 3 ആണ് ഉപയോഗിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതും.